സോ ഗോയ്സ്, നമ്മുടെ ചിയാൻ വിക്രം, സ്വന്തം ചിയാൻ വിക്രം തിരിച്ച് വന്നിരിക്കുകയാണ്. അങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ല, ചുമ്മാ ഒരു റോൾ അങ്ങോട്ട് ഓഫർ ചെയ്തപ്പോൾ ഇത് ചെയ്തേക്കാം. എൻ്റെ കരിയറിൽ ഞാൻ ഇങ്ങനത്തെ ഒരു റോളേ ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് അങ്ങേര് ഇത് ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. എങ്ങനെ അങ്ങേരെ കൊണ്ട് സാധിക്കണമെന്നുള്ളതാണ്. ഇങ്ങനത്തെ പടങ്ങളൊന്നും നമ്മുടെ മലയാളത്തിലില്ല എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ത്രെഡ് ലൈനുള്ള കുറച്ച് സിനിമകളൊക്കെ ഉണ്ടല്ലോ. പഴശ്ശിരാജ് അതുപോലെ സിനിമകളൊക്കെ വന്നു പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലൈക്ക് ട്രൂഫുൾ സ്റ്റോറി. ഇത് ഒരു ഫിക്ഷണൽ എക്സ്പെരിമെൻ്റൽ അല്ലെങ്കിൽ ഫിക്ഷണൽ ഡ്രാമാറ്റിക് പീരിയോഡിക് അങ്ങനെ എന്തൊക്കെയാണ് പറയാറ്. ഒരു കടിച്ചാൽ പൊട്ടാത്ത നീണ്ട ഇംഗ്ലീഷ് പേരുണ്ട് ഈ ഒരു കാറ്റഗറിന്. എന്നെ ഒപ്പിച്ച് കൂട്ടി വെച്ചിരിക്കണമെന്ന് അറിയാം. ഐ മീൻ എല്ലാവരും പ്രൈസ് ചെയ്യുന്നത് ചിയാൻ വിക്രത്തിൻ്റെ ആ ഒരു അഭിനയ മികവിനെ കുറിച്ചിട്ടൊക്കെ ആണെങ്കിൽ കൂടിയും എൻ്റെ ശ്രദ്ധ ഏറെക്കുറെ പോയത് പാർവതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. ആ ഒരു നടി ഒരുപാട് നെഗറ്റീവ് വ്യൂസ് നമ്മുടെ മോളിവുഡിൽ നിന്നും എന്താ പറയുക അട്രാക്റ്റ് ചെയ്ത വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു സിനിമ കണ്ടപ്പോൾ എന്തോ കക്ഷിനെ നമിക്കാൻ തോന്നി. എങ്ങനെ ഒപ്പിച്ച് കൂട്ടി എന്നുള്ളതാണ്. കക്ഷിയുടെ ആ ഒരു അഭിനയം മികവുണ്ടല്ലോ. പാർവതി അവിടെ കയറി ഞങ്ങൾക്ക് തകർത്തിട്ടുണ്ട്. നല്ല സ്ക്രീൻ പ്രസൻസ് ഉള്ള റോളാണ് പാർവതിക്ക് കൊടുത്തിരിക്കുന്നത്. ചിയാൻ വിക്രം അഭിനയിക്കുന്ന ക്യാരക്ടറിൻ്റെ വൈഫായിട്ട് പേരെന്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കക്ഷി ഭയങ്കര നാച്ചുറലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്താ പറയുക, കൂടുതൽ ശ്രദ്ധ ആ നടീനെ ചുറ്റിപ്പറ്റിയിട്ടാണ് പോയിരുന്നത്. ബട്ട് എനിവേ, ടോക്കിംഗ് അബൌട്ട് ദ സ്റ്റോറി, ഞാൻ ഈ ട്രെയിലർ ആദ്യം കണ്ടപ്പോൾ എനിക്കൊരു ഇംഗ്ലീഷ് പടമാണ് ഓർമ്മ വന്നത്. സിസു എന്ന് പറയുന്ന ഒരു പടം. ഐ തിങ്ക് ലാസ്റ്റ് ഇയറോ അതിന് മുൻപ് എന്തോ ആണ് ഇറങ്ങിയത്. ഇതുപോലെ സ്വർണത്തെക്കുറിച്ചിട്ട് ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കഥ. വേൾഡ് വാർ 2 സംബന്ധിച്ച ആ ഒരു കാലഘട്ടത്തിലാണ് സിസു എന്ന് പറഞ്ഞ കഥ നടക്കുന്നത്. ഫുള്ള് വിട്ട് കുത്ത് കൊലപാതകം അങ്ങനെ ചോരക്കളിയുടെ ഒരു മാമാങ്ങാണ് സിസു എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ഏകദേശം സിസുയുടെ ലൈനിലേക്ക് വരുന്നതായിട്ട് തോന്നി. പക്ഷെ പിന്നീടാണ് ഫ്ലാഷ് ബാക്ക് പോലെ ഇവനിങ്ങനെ കഥ പറയുന്നത്. എൻ്റെ മുത്തച്ഛൻ പണ്ട് അതായിരുന്നു, ഇതായിരുന്നു, മറ്റേതായിരുന്നു, മറിച്ചതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലാഷ് ബാക്ക് പോലെ പിന്നെ ചില ഹാലുസിനേഷൻസ് ഒക്കെ കാണിച്ചിട്ട് ഇത് ചുമ്മാ ഒരു കെട്ടുകഥ മാത്രമാണെന്ന രീതിയിൽ ഓഡിയൻസിനെ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. പിന്നെയാണ് ക്ലൈമാക്സിനോട് ചേർന്ന ഒരു ട്വിസ്റ്റ് വരുന്നതും. ഇതാണ് അല്ല അതല്ല. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നതിൻ്റെ ആ സുഖം അങ്ങോട്ട് പോകും, സ്പോയിലേഴ്സ് ആവും. സോ അതുകൊണ്ട് കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. തിയേറ്റർ വാച്ച് ഈസ് എ മസ്റ്റ്. സംഭവം പീരിയോഡിക് ഡ്രാമ പടമാണെങ്കിൽ കൂടിയും VFXനെ കുറിച്ചിട്ട് ആഫ്റ്റർ ആ വക പണ്ടാരങ്ങളൊക്കെ ഭയങ്കര മോശമാണെന്നാണ് മീഡിയ ഓൾ ഓവർ ദ ഇൻ്റർനെറ്റ് ഈസ് സെയിം. ബട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല, ഇഷ്ടപ്പെട്ടു, രസമായിട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് എഴുതി അവസാനത്തോടുകൂടി ചേർന്നിട്ടാണ് താങ്ങലാൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ആരതി എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, മന്ത്രവാദിനി എന്നൊക്കെ പറയാം. ആരതിയോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ മുൻ ജന്മങ്ങളിൽ അത് ഇത് മറ്റേത് ആ ഒരു ഡയലോഗ് അടിപൊളി, എനിക്കത് ഇഷ്ടപ്പെട്ടു. ആൻഡ് സിനിമ കാണുമ്പോൾ തുടക്കത്തിൽ എനിക്ക് അധികം ഒന്നും മനസ്സിലായില്ല. കാരണം ഇവരുടെ ആ ഒരു സ്ലാങ്, ആ ഒരു രീതിയിലാണ് ഡയലോഗ് ഡെലിവറി ചെയ്യുന്നത്. ആ ഒരു പ്രത്യേക സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത്, തമിഴാണെങ്കിൽ കൂടിയിട്ടും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സിനിമകൾ കുറച്ചും കൂടി എക്സ്പെരിമെൻ്റലായിട്ട് മോളിവുഡിലും വരണമെന്നാണ് എൻ്റെ ഒരു ഇത്. ടോളിവുഡിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോളിവുഡിലും വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. സോ ഐ ഹോപ്പ് സംവൺ ട്രൈസ് ദിസ് ഔട്ട് ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി. യെസ്, എല്ലാവരും ഇപ്പോൾ മറ്റേ ഭീമ ആ ഒരു കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പിന്നാലെയാണല്ലോ ഓടിക്കൊണ്ടിരിക്കുന്നത്. 5 കൊല്ലം മുന്നേ എഴുതിയ റിപ്പോർട്ട് ഇപ്പോഴാണ് ആൾക്കാർ എഴുതി വായിച്ച് നോക്കി ന്യൂസ് ആക്കുന്നത്. കൈൻഡ് ഓഫ് വിയർഡ്. ബട്ട് എനിവേ, പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ ആക്ഷൻസ് എടുക്കേണ്ടതാണ്. അവൻ ആഫ്റ്റർ ഓൾ ദേ ആർ ഓൾസോ ഹ്യൂമൻ ബീങ്സ്. എന്ത് ചെയ്യാം. സോ ഗൈസ്, ഡോണ്ട് മിസ് ഔട്ട് ദിസ് ഗെയിം വിച്ച് ഈസ് റണ്ണിങ് നിയർ തിയേറ്റേഴ്സ്. ഗ്രാബ് യുവർ സീറ്റ്. ഇത് കാണേണ്ട ഒരു മുതൽ തന്നെയാണ്. അഭിനയ മികവിനെ കുറിച്ചിട്ടല്ല, ബട്ട് ദ വേ ദ സ്റ്റോറി ഹാസ് ബീൻ ടോൾഡ്. ലൈക്ക് ഇവൻ ആ ഒരു ബ്രിട്ടീഷുകാർ 2-3 പേരും കൂട്ടിയിട്ട് ആ ഒരു പുഴയും കടന്ന് അവസാനം എലിഫൻ്റ് റോക്കിൻ്റെ അടുത്ത് എത്തി. അവിടെ ഒരു കൊടുങ്കാറ്റ് പോലെ അതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് ഒരു കറുത്ത പാന്തർ വരുന്ന
യെസ്, പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ക്ലൈമാക്സ് സീനിൽ ഒരു വക്കാണ്ട ഒരു ഇന്ത്യൻ വെർഷൻ ഓഫ് വക്കാണ്ട കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അത് റെഫറൻസ് പോലെ ഇങ്ങനെ തോന്നിപ്പോയി. ലൈക്ക് ഇത് അവിടെ ചീന്തി എടുത്ത പോലെ ഉണ്ടല്ലോ, ഇത് ഇവിടെ നിന്ന് ചീന്തി എടുത്ത പോലെ ഉണ്ടല്ലോ, ഇത് ആ സിനിമയിൽ നിന്ന് കോപ്പി അടിച്ച പോലെ ഉണ്ടെന്നൊക്കെ തോന്നിപ്പോവും. ബട്ട് നെഗറ്റീവായിട്ട് ഒന്നും എടുക്കാൻ തോന്നത്തില്ല. ബിഗ് ഹാറ്റ്സ് ഓഫ് ടു ദി എൻറ്റയർ ടീം. ആൻഡ് ടു ബി നോട്ടഡ്, താങ്ങലാൻ 2 എന്ന് പറയുന്ന ആ ഒരു പ്ലോട്ട് ഇപ്പോഴും ഉണ്ട്. ഡയറക്ടർ ഹാസ് കൺഫേംഡ് ലൈക്ക് ഇതിനൊരു സീക്വലിങ് എന്തായാലും ഇറങ്ങും എന്നുള്ളത്. കാരണം ഇതിൻ്റെ അവസാനം ഒരു ക്ലിഫ് ഹാങ്ങറിലല്ല നിർത്തുന്നത്, പക്ഷേ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. താങ്ങലാൻ ആ ഒരു കല്ലുമായിട്ട് പുറത്തോട്ട് വന്നിട്ട് തൻ്റെ ക്ലാൻ അല്ലെങ്കിൽ തൻ്റെ കമ്മ്യൂണിറ്റിയും കൂടി ഉയർത്തപ്പെടണം എന്ന രീതിയിൽ വരുമ്പോൾ പിന്നെ ഒബ്വിയസ്ലി ഈ കക്ഷിയുടെ പണ്ടത്തെ സംവിധാർ എന്തായാലും വന്ന് ഇടപെട്ട് അതിനെ കുളം കാക്കേണ്ടതാണ്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിട്ടാണ് ഇങ്ങനെയുണ്ട് പുലമ്പുന്നത് എന്നുള്ളത്. സിനിമ കാണാതെ നിങ്ങളിത് കാണുമ്പോൾ ഒന്നും മനസ്സിലായെന്ന് വരത്തില്ല. സിനിമ നിങ്ങൾ പോയി നേരിട്ട് കാണാം. ആൻഡ് ഐ ബിലീവ് യു വിൽ ട്രൂലി എൻജോയ് ദിസ് മൂവി. ദിസ് ഈസ് എ മാസ്റ്റർ പീസ്. അവാർഡുകളൊന്നും ആകർഷിക്കാൻ പോകുന്നില്ല, ബട്ട് ദിസ് തിങ് ഈസ് ഡെഫിനറ്റ്ലി വർത്ത് വാച്ചിങ് ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഐ വൈൻഡിങ് അപ്പ്. വേറെ മൂവി റിവ്യൂമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ ഫോർ മോർ. ആൻഡ് ആസ് യൂഷ്വൽ, live your life